നമ്മുടെ പുണ്യാളെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ആള് വേറെ ലെവലാണ്. ഈ ഒരു വിശുദ്ധൻ ഇവിടെ നമുക്ക് ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്നത് അതൊത്തിരി എന്ത് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാർലോ അക്വിറ്റസിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ തോന്നുന്നത്. സാങ്കേതികതയുടെ ലോകത്ത് ദൈവത്തെ കണ്ടെത്തിയ യുവ വിശുദ്ധൻ സെയിന്റ് കാർലോ അക്യൂട്ടസ്. പള്ളിക്കര ദൈവാലയം വിശുദ്ധ കാർലോസ് അക്യൂറ്റസിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായതോടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള വലിയൊരു വഴിയായി മാറിയിരിക്കുന്നു. എറണാകുളം പള്ളിക്കരയിൽ സെയിന്റ് കാർലോ അക്യൂട്ടസിന്റെ നാമത്തിൽ ആദ്യ ദേവാലയം. വിശുദ്ധൻ്റെ ഈ പള്ളിയുടെ നിർമ്മാണം അത് ഒരു അത്ഭുതകരമായ ഒരു ഇടപെടലായിരുന്നു. വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ ദേവാലയം ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ചത് വരാപ്പുഴ അതിരൂപതയാണ്. ഈ വിശുദ്ധൻ്റെ വലിയ സ്മരണകൾ അയവിറക്കുന്നതോടൊപ്പം തന്നെ വരാപ്പുഴ അതിരൂപത എന്ന ഈ പുണ്യഭൂമിയെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതാണ്. വരാപ്പുഴ അതിരൂപത 1886 ഔദ്യോഗികമായി വരാപ്പുഴ അതിരൂപത എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. 1904 വരാപ്പുഴ അതിരൂപതയുടെ ആസ്ഥാനം ഇന്ന് കാണുന്ന എറണാകുളത്ത് ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. വരാപ്പുഴ അതിരൂപതയുടെ ആസ്ഥാനത്തിൽ നമ്മളിന്ന് ആയിരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് വിശുദ്ധ ജന്മങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. 1932 വിശുദ്ധ മാക്സിമില്യൻ കോൾബയും 1986 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായും 1994 വിശുദ്ധ മദർ തെരേസയുമൊക്കെ ഈ പുണ്യഭവനത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്, ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ വരാപ്പുഴ അതിരൂപതയുടെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹം ഇവിടെ സീറോ മലബാർ വിശ്വാസികളുടെ വികാർ ജനറലായിട്ട് വരാപ്പുഴ അതിരൂപതയിലാണ് അദ്ദേഹം സേവനം ചെയ്തിരുന്നത്. അങ്ങനെ വിശുദ്ധ കാർലോ അക്വിറ്റസിനെ നമ്മളിന്ന് ആ പുണ്യ നാമത്തെ അനുസ്മരിക്കുമ്പോൾ ഒരുപാട് പുണ്യജന്മങ്ങൾക്ക് ഇവിടെ വരാപ്പുഴ അതിരൂപതയിൽ സ്വാഗതം ലഭിച്ചിട്ടുണ്ട്. വരാപ്പുഴ അതിരൂപതയിൽ നിന്നും ഇപ്പോൾ ധന്യയായ മദർ എലീശുവ, വാഴ്ത്തപ്പെട്ട മദർ എലീശുവായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വിശുദ്ധിയുടെ നറുമണം വരാപ്പുഴ അതിരൂപതയിൽ വിശുദ്ധ കാർലോ അക്വിറ്റസിലൂടെയും മറ്റ് വിശുദ്ധ ജന്മങ്ങളിലൂടെയും ഇപ്പോഴും പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ധന്യ നിമിഷത്തെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ ലോകത്തിലെ ആദ്യത്തെ ദേവാലയത്തിലാണ് നമ്മൾ. പള്ളിക്കരയിലുള്ള ഈ ദേവാലയത്തിലേക്ക് വരുവാനുള്ള വഴി വളരെ എളുപ്പമാണ്. കാക്കനാട് വണ്ടർല റൂട്ടിൽ പള്ളിക്കര ജംഗ്ഷൻ്റെ ഏകദേശം 200 മീറ്റർ അടുത്തു തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ കാർലോ അക്വിറ്റസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന വളരെയേറെ ശക്തിയുള്ള, വളരെയേറെ കൃപ നൽകുന്ന വിശുദ്ധ കാർലോയോടുള്ള ഈ ഒരു പ്രാർത്ഥന വിശുദ്ധ കാർലോയെ എന്ന് ഹൃദ്യമായിട്ട് വിളിച്ചപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കും നമ്മളുടെ എല്ലാ കുഞ്ഞുമക്കൾ, നമ്മളുടെ ഭവനങ്ങളിലെ, നമ്മളുടെ സമൂഹത്തിലെ എല്ലാ യുവജനങ്ങൾ, കൗമാരക്കാരെല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് തൊഴിൽ രഹിതരായിട്ടുള്ള യുവജനങ്ങളുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ നിമിഷങ്ങളെ, മക്കളുടെ ബുദ്ധിപരമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള വളർച്ചകളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ,
വിശുദ്ധ കാർലോ അക്യൂറ്റസിനെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും ആദ്യം മുൻകൈയെടുത്തത് വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവും സഹായമെത്രാൻ അഭിവന്യ ആന്റണി വാലിങ്കൽ പിതാവുമാണ്. ഇങ്ങനെയൊരു ദേവാലയം പള്ളിക്കരയിൽ സ്ഥാപിക്കുവാൻ സാധിച്ചത് വളരെ ഒരു അനുഗ്രഹമായി കരുതുകയാണ്. കാരണം പള്ളിക്കര എന്ന ആ സ്ഥലപ്പേരിൽ തന്നെ ഒരു പള്ളിയുണ്ടെങ്കിലും ഇന്ന് പള്ളിക്കര ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ നാമകരണ പ്രക്രിയ റോമിൽ സെപ്റ്റംബർ 7, 2025 നടന്നപ്പോൾ വിശുദ്ധൻ്റെ നാമകരണം നടന്ന അതേ ദിവസം ഏതാണ്ട് അതേ മണിക്കൂറിൽ തന്നെയാണ് ഈ ദേവാലയം ഇവിടെ ആശീർവദിക്കപ്പെട്ടതും വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചതും. വത്തിക്കാൻ ന്യൂസിൽ അടക്കം വിവിധ ഭാഷകളിൽ പള്ളിക്കരയിലെ ഈ ദേവാലയത്തെപ്പറ്റി പ്രതിപാദിക്കുകയുണ്ടായി. അങ്ങനെ ലോകശ്രദ്ധയിലേക്ക് പള്ളിക്കരയിലെ വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ ഈ ദേവാലയം വന്നു. വിശുദ്ധ കാർലോ അക്യൂറ്റസേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. ഈ ലോകമായയിൽ വീഴാതെന്നും പ്രിയരാം നിൻ ദാസരെ കാത്തിടണേ. വിശുദ്ധ കാർലോസ് അക്യൂറ്റസിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ലായിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങളിൽ അത് സാധ്യതമായി എന്നുള്ളതും ഒരു വലിയ അത്ഭുതം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. പൊളീഞ്ഞോ എന്ന ആ രൂപതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിക്കാരനായ റോയി അച്ഛൻ വഴിയാണ് അത് നമുക്ക് ലഭ്യമാകുന്നത്. അദ്ദേഹം വിശുദ്ധ കാർലോസ് അക്യൂറ്റസിൻ്റെ ആ ജീവിച്ച പ്രദേശങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വൈദികനാണ് ഫാദർ റോയി. അദ്ദേഹം ആ രൂപതയിലെ അധികാരികളുമായിട്ട് സംസാരിക്കുകയും അവിടുത്തെ ബിഷപ്പുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്ത് വിശുദ്ധ കാർലോസ് അക്യൂറ്റസിൻ്റെ ആ തിരുശേഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് അത് ലഭിക്കുകയുണ്ടായി. വിശുദ്ധ കാർലോസ് അക്യൂറ്റസിൻ്റെ ദൈവാലയമായ പള്ളിക്കരയിൽ സ്ഥാപിച്ചിട്ടുള്ള യുവത്വത്തിൻ്റെ അടയാളമായ ആ തിരുശേഷിപ്പ്, ആ അദ്ദേഹത്തിൻ്റെ തലനാര് ഇഴ തീർച്ചയായിട്ടും അനുഗ്രഹത്തിൻ്റെ ഒരു സ്രോതസ്സാണ്. ഒരു യുവാവായ വിശുദ്ധ കാർലോസ് അക്യൂറ്റസ് യുവക്കൾക്ക് വേണ്ടി നിരന്തരമായിട്ട് മാധ്യസ്ഥം വഹിക്കുന്ന, അവർക്ക് തൻ്റെ ജീവിത ചൈതന്യം പകർന്നു കൊടുക്കുന്ന ഒരു വലിയ വിശുദ്ധനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാല്യം മുതലേ തന്നെ നവമാധ്യമങ്ങളിൽ യേശുവേ നൽകിയ പുണ്യവാനേ, രോഗക്ലേശങ്ങളും നൊമ്പരങ്ങളും മുതാ യേശുവിൻ കൈകളിൽ സമർപ്പിച്ചു നീ. ഈ പള്ളിയിലേക്കൊന്ന് കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഒത്തിരി ടെൻസ്ഡ് ആയിട്ടും ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടാണ് ഈ പള്ളിലോട്ട് ആദ്യം കയറി വന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ നേരെ കണ്ടത് ഈ കാർലോൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചറാണ്. അത് ആക്ച്വലി എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കണമായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ ജീൻസൊക്കെ ഇട്ടിങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഈ ഒരു വിശുദ്ധൻ, അതായത് നമ്മളുടെ ഒരു ജനറേഷനിൽ ഈ ഒരു വിശുദ്ധൻ ഇവിടെ നമുക്ക് ചലഞ്ചിങ് ആയിട്ട് നിൽക്കണത് അതൊത്തിരി എന്ത് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഈ ഒരു ലിക്കിൽ വിശുദ്ധൻ്റെ അടുത്ത് വന്ന് ഇരിക്കണ പോലെ, അതായത് ഒരു ഫുട്ബോളൊക്കെ പിടിച്ച് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എങ്ങനെ പറയണമെന്ന് അറിയില്ല ശരിക്കും. നമുക്ക് നമ്മളുടെ കൂടെയുള്ള, അല്ലെങ്കിൽ നമ്മളെ പോലെ ഇങ്ങനെ ചേർന്ന് നടക്കുന്ന, തോളത്തൊക്കെ വേണമെങ്കിൽ കൈയിട്ടടക്കാൻ പറ്റണ, ജീൻസൊക്കെ ഇട്ട് അടക്കണത്, അടിച്ചു പൊളിച്ച് വിശുദ്ധൻ്റെ ലൈഫിൽ തന്നെ കുറേ വീഡിയോ ഗെയിംസ് ഒക്കെ വിശുദ്ധൻ കളിക്കണതായിട്ട് കുറേ ഇങ്ങനെ വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം
ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച്, അതായത് ഈ ലോകത്തിൽ ജീവിച്ച് ലോകത്തിൻ്റെതല്ലാതായി മാറിയ ഒരു പുള്ളി, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കാർലോയെ പറ്റി പറയാം. 1991 മെയ് 3 ആൻഡ്രിയ അക്വിറ്റസ്, അന്റോണിയോ സൽസാനോ എന്നീ ദമ്പതികളുടെ മൂത്ത മകനായിട്ട് ലണ്ടനിലാണ് കാർലോ അക്വിറ്റസ് ജനിക്കുന്നത്. പിന്നീട് അവർ ഇറ്റലിയിലേക്ക്, മിലാനോയിലേക്ക് മാറി കുടിയേറി താമസിക്കുന്നു. ഒരു സമ്പന്ന കുടുംബമാണ് അവരുടെ ജീവിതം, അല്ലെങ്കിൽ അവരുടെ കുടുംബം എന്ന് പറയുന്നത് സമ്പന്ന കുടുംബത്തിലാണ് കാർലോ അക്വിറ്റസ് ജനിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വലിയ വിശ്വാസികളായിരുന്നില്ല. അനുദിന കുർബാനയിലോ കൗദാശിക ജീവിതത്തിലോ ഒക്കെ പങ്കെടുക്കാതെ ഒരു ആവറേജ് ക്രിസ്ത്യാനികളായിട്ട് വിശ്വാസ ജീവിതം നയിച്ചിരുന്ന വ്യക്തികളാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാര്. എന്നാൽ എല്ലാവർക്കും ദൈവം ഓരോരുത്തരെ തന്നിലേക്ക് നയിക്കുവാനായിട്ട് ആരൊക്കെയോ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയാവുന്നത് പോലെ ഈ സമ്പന്ന കുടുംബത്തിലെ തൻ്റെ മകനെ നോക്കുന്നതിനായിട്ട് ഒരു ബെയാറ്റ എന്ന് പറയുന്ന ഒരു പോളിഷ് കത്തോലിക്ക സ്ത്രീയെ അവര് ജോലിക്കായിട്ട് കൊണ്ടുവരുന്നു. ഈ ബെയാറ്റയിലൂടെയാണ് വിശുദ്ധ കാർലോ അക്വിറ്റസ് ഈശോനെ കുറിച്ച് അറിയുന്നത്. ഈ ബിയാറ്റയിലൂടെയാണ് വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ, ഈശോനെ എങ്ങനെ സ്നേഹിക്കണം, ഈശോയെ കുറിച്ചുള്ള കൊച്ചു കൊച്ചു കഥകൾ വിശുദ്ധ കാർലോ അക്വിറ്റസ് പഠിക്കുന്നത് ബിയാറ്റയിലൂടെയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ബിയാറ്റയെ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. നമുക്ക് ഈ നിമിഷം അവരെ നന്ദിയോടെ ഓർക്കാം. പിന്നീട് 7ാം വയസ്സെത്തുമ്പോഴേക്കും വിശുദ്ധ കാർലോ അക്വിറ്റസിന് ഈശോയെ സ്വീകരിക്കുവാനുള്ള വലിയ അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുകയാണ്. ആ സമയത്ത് നമുക്കറിയാം 7ാം വയസ്സിൽ പരിശുദ്ധ കുർബാന നൽകുവാനായിട്ടുള്ള അനുവാദമില്ല. അത് പ്രത്യേക അനുവാദം വാങ്ങിക്കണം. അതേ തുടർന്ന് വികാരിയച്ഛൻ ഈ ആഗ്രഹവുമായിട്ട് കാർലോ അക്വിറ്റസും മാതാപിതാക്കന്മാരും സമീപിക്കുന്നു. വികാരിയച്ഛൻ കൊച്ചു കാർലോയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചും കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചുമുള്ള അറിവ് പരിശോധിക്കുന്നു. അദ്ദേഹത്തിന് നല്ലൊരു മെച്യൂറായിട്ടുള്ള അറിവ്, പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ വിശ്വാസത്തെക്കുറിച്ചുമുള്ള അറിവ് ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ വികാരിയച്ഛൻ കൊച്ചു കാർലോയ്ക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, അതിനുള്ള അനുവാദം വേണമെന്നുള്ള ആ ഒരു അപേക്ഷയോടെ അരമനയിലേക്ക് അയക്കുന്നു. അരമനയിൽ നിന്നും പ്രത്യേക അനുവാദം ലഭിച്ചുകൊണ്ട് 7ാം വയസ്സിൽ കൊച്ചു കാർലോ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. കുർബാനയ്ക്ക് മുമ്പോ കുർബാനയ്ക്ക് ശേഷമോ അരമണിക്കൂറെങ്കിലും പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈശോനോട് സംസാരിക്കുവാനായിട്ട്, തൻ്റെ സുഖദുഃഖങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കിടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ വിശുദ്ധ കാർലോസ് ഇഷ്ടപ്പെട്ടിരുന്നു. കാർലോ അക്വിറ്റസ് പറയുക, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോയോടൊപ്പം ജീവിച്ചിരുന്ന ആളുകളെക്കാളും എത്രയോ ഭാഗ്യവാന്മാരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം നമുക്ക് ഓരോ ദിവസവും എപ്പോൾ വേണമെങ്കിലും ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാനായിട്ട് ദേവാലയങ്ങളുണ്ട്. എപ്പോൾ വേണമെങ്കിലും പരിശുദ്ധ കുർബാനയിലായിരിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ആ ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് പഠന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അധ്യാപകർക്കെല്ലാം കാർലോ അക്വിറ്റസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്, ഈ ഒരു വിദ്യാർത്ഥി സാധാരണ വിദ്യാർത്ഥിയല്ല, എല്ലാവരോടും പ്രസന്നതയോടെ ഇടപഴകുന്ന പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു വിദ്യാർത്ഥിയാണ് കാർലോ അക്വിറ്റസ്. എല്ലാ വിദ്യാർത്ഥികളിലേക്കും തൻ്റെ സ്നേഹം പകരുവാനായിട്ട്, വളരെ പ്രത്യേകമായിട്ട് തൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ താൻ അനുദിനം കണ്ടുമുട്ടുന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വിഷമതയിലൂടെ അവരുടെ മുഖം ഒന്ന് വാടിയിരിക്കുകയാണെങ്കിൽ, അവർ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ കാർലോ അവരുടെ അടുത്ത് ചെല്ലുമെന്നാണ് പറയുക. അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് എന്താണ് വിഷമമെന്ന് ചോദിക്കും. അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും കേൾക്കും. തന്നാൽ ആവും വിധം അവരെ സഹായിക്കും. ഏറ്റവും പ്രധാനമായിട്ട് അവരെ കാർലോ അക്വിറ്റസ് ചൂണ്ടിക്കാണിക്കുന്നത് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലേക്കാണ്. ഈശോയുടെ അടുത്ത് പോയിട്ട് കുറച്ചേരം ഒന്ന് ഇരിക്കാൻ പറയും. നിങ്ങളുടെ സങ്കടം ഒന്ന് പങ്കുവെക്കാൻ പറയും. ഈശോയോടടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെയാണ് കാർലോ അക്വിറ്റസ് ഓരോരുത്തരെയും ഈശോയിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തൻ്റെ പഠന കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഉഴപ്പുവാനായിട്ട്, വഷളതയിലേക്ക് പോകുവാനായിട്ട് ധാരാളം സന്ദർഭങ്ങൾ കാർലോ അക്വിറ്റസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ കാണുന്നത് അപ്പോഴെല്ലാം എൻ്റെ ഈശോയ്ക്ക് അതെല്ലാം ഇഷ്ടപ്പെടുമോ, ഈശോയ്ക്ക് അത് വിഷമമാകുമോ? നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ വളരെ ചെറുതായിട്ടുള്ള, നിസ്സാരമായിട്ടുള്ള, ലളിതമായിട്ടുള്ള ഒരു വിശ്വാസമാണ്, ഒരു കാര്യമാണ്. ഈശോയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ, ഈശോയ്ക്ക് അത് ഇഷ്ടമാണോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട്
ഈശോയ്ക്ക് ഇഷ്ടമല്ല എന്ന് കാണുമ്പോൾ വഷളത്തരങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തല്ലുപിടുത്തമൊക്കെ വേണ്ട, അവരോട് ക്ഷമിക്കുവാനായിട്ട് കാർലോ അക്യൂറ്റസിന് സാധിച്ചു. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാർലോയ്ക്ക് കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന, സാങ്കേതിക വിദ്യയിലുണ്ടായിരുന്ന പരിജ്ഞാനം എന്ന് പറയുന്നത്. എന്നാൽ കാർലോ അക്യൂറ്റസ് ഇത് തനിക്ക് വേണ്ടി മാത്രം ഒതുക്കി വെക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം 90-2000 കാലഘട്ടങ്ങളിലാണ് കമ്പ്യൂട്ടർ ഇങ്ങനെ ലോകത്തിൽ പ്രസിദ്ധിയാർജിച്ചുകൊണ്ട് എല്ലായിടത്തേക്കും എല്ലാ കാര്യങ്ങൾക്കും കമ്പ്യൂട്ടറിൻ്റെ സേവനം ഉൾപ്പെടുത്തുവാനായിട്ട് തുടങ്ങുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ജ്ഞാനം കുറവുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു. എന്നാൽ കാർലോ അക്യൂറ്റസ് എന്ന് പറയുന്നത് തൻ്റെ ഈ അറിവ് മറ്റുള്ളവർക്കായിട്ട് പകർന്നു കൊടുക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ധാരാളം പേര് കമ്പ്യൂട്ടറിൻ്റെ അറിവ് കുറവായിരുന്നത് കൊണ്ട് അവർക്കത് നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നറിയുമ്പോൾ അവർക്കൊക്കെ വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കൊക്കെ തനിക്കറിയാവുന്ന കാര്യങ്ങൾ, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള പാഠങ്ങൾ വളരെ ലളിതമായിട്ട് കാർലോ അക്യൂറ്റസ് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തുക്കൾക്ക് കണക്കൊക്കെ പഠിക്കുവാൻ പാടുള്ള, ഇക്വേഷൻസ് ഒക്കെ പഠിക്കുവാനായിട്ട് പാടുള്ള തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി രാപകലില്ലാതെ ഉറക്കമിളച്ചുകൊണ്ട് തൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ജ്ഞാനം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനായിട്ട് പിന്നിൽ നിൽക്കുന്ന കൂട്ടുകാരെ സഹായിക്കുവാനായിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്നു, അവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കാർലോ അക്യൂറ്റസ് എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധന്മാരെന്ന് ഏറെ വേർവിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാർലോ അക്യൂറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധൻ. വെബ്സൈറ്റുകൾ നമ്മൾ അല്ലെങ്കിൽ മൊബൈൽ മീഡിയ, സോഷ്യൽ മീഡിയാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ അത് ഉപയോഗിക്കാം. പക്ഷേ കാർലോ അക്യൂറ്റസ് തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ മീഡിയ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാന്നുള്ളത്. ലോകത്തിലെ ഒട്ടാകെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ വിശുദ്ധ കാർലോ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൽ ഓരോ സ്ലോട്ടാക്കി ഇങ്ങനെ തിരിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഈ അത്ഭുതങ്ങളൊക്കെ ആ പുണ്യാളിനോടൊരു ഡിവോഷൻ വെച്ചിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ചു നോക്കണം, നല്ലതായിരിക്കും. www.miraculoeucharisticy.org, The Eucharistic Miracles of the World. വിശുദ്ധ കാർലോയുടെ അന്തിമ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തൊണ്ടവേദനയുമായിട്ടാണ് കാർലോയെ മാതാപിതാക്കന്മാര് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അവിടെ വെച്ചുള്ള പരിശോധനയിൽ വലിയ പ്രോബ്ലമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. എന്നാൽ തൊണ്ടവേദന മാറുന്നില്ല, ഡീഹൈഡ്രേഷൻ മുതലായ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. വീണ്ടും ആശുപത്രിയിലേക്ക്, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് കൂടുതൽ ചെക്കപ്പ് നടത്തുമ്പോൾ വിശുദ്ധ കാർലോയ്ക്ക് ലുക്കീമിയ ക്യാൻസർ രോഗമാണെന്ന് അറിയുകയും അതിൻ്റെ അവസാന ഘട്ടത്തിലൂടെ ആണ് ആ കൊച്ചു വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ കടന്നു പോവുകയും ചെയ്യുന്നതെന്ന് മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങളുമൊക്കെ അറിയുന്നത്. അത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഞെട്ടലുളവാക്കുന്ന സംഭവമായിരുന്നു. എങ്കിലും അത് കാർലോയ്ക്ക് ഒരിക്കലും ഒരു ഞെട്ടലല്ല, അല്ലെങ്കിൽ നിരാശ നൽകിയില്ല എന്നുള്ളതാണ്. കാർലോയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ആ പ്രസന്നത നിറഞ്ഞ മുഖത്തിലേക്ക് നോക്കിയിട്ട് പറയുക, ഇത്രയും വേദനയിലൂടെ കടന്നുപോയിട്ടും ആ മകൻ എങ്ങനെയാണ് പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കുവാൻ സാധിക്കുക. 2006 ഒക്ടോബർ 11 കൊച്ചു കാർലോ ഈ ലോകത്തു നിന്നും ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. തൻ്റെ മരണത്തിന് മുമ്പായി അമ്മയോട് കാർലോ അക്യൂറ്റസ് അവസാനമായിട്ട് പറയുന്ന വാക്കുകൾ, മരണമെന്ന് പറയുന്നത് നിത്യജീവനിലേക്കുള്ള, പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വഴിയാണ്. അതിനാൽ അമ്മ ഭയപ്പെടേണ്ട, നമുക്ക് പുതിയ ജീവിതത്തിനായിട്ട്, നിത്യതക്കായിട്ട് ഇപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ഒരുങ്ങാമെന്നാണ് വിശുദ്ധ കാർലോ അക്യൂറ്റസ് അമ്മയോട് പറയുക. പിന്നീട് വളരെ വേഗം സ്വർഗം ഇടപെടുകയായിരുന്നു. ധാരാളം സാക്ഷ്യങ്ങൾ, വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിൽ ധാരാളം അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യങ്ങൾ അനേകം സ്ഥലങ്ങളിൽ ലോകമെമ്പാടും ലഭിക്കുകയും ധാരാളം സാക്ഷ്യങ്ങൾ അങ്ങനെ കടന്നു വരികയും ചെയ്തു. ഈ ഒരു വിശുദ്ധനെ സഭ അംഗീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ തേടിയപ്പോൾ എനിക്ക് കണ്ടെത്താൻ കിട്ടിയത് കാർലോന്റെ മധ്യസ്ഥത വഴി നടന്ന ഒരു അത്ഭുതമാണ്. കോസ്റ്റാറിക്കയിലുള്ള വാലേറിയ എന്നൊരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കിട്ടിയ ഒരു വലിയൊരു രോഗസൗഖ്യമാണ്. ആ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല്, വലേറിയ 21 വയസ്സില് ഒരു ബൈസൈക്കിൾ ആക്സിഡന്റ് വഴി
ഒരു സിവിയറായ ഹെഡ് ഇഞ്ചുറി സംഭവിക്കുകയുണ്ടായി. വലേറിയ ഭയങ്കര കോമയിലോട്ടൊക്കെ പോയ ആ ഒരു സിറ്റുവേഷനിൽ വലേറിയയുടെ അമ്മ ഒരു 6 ദിവസം, ഈ ഒരു ആക്സിഡന്റ് നടന്ന് 6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അസീസിയിൽ സ്ഥിതി ചെയ്യുന്ന കാർലോന്റെ ടോമ്പിൽ ചെന്ന് കാർലോന്റെ മധ്യസ്ഥത വഴി പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു ദിവസം തന്നെ ഈ വലേറിയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം ഇങ്ങനെ ഓരോ ദിവസം എത്തുന്തോറും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. മെഡിക്കലി ഡോക്ടേഴ്സിന് തന്നെ ഭയങ്കര അത്ഭുതകരമായ ഒരു രോഗസൗഖ്യമായിരുന്നു വലേറിയയുടേത്. മെയ് 24 ആയിരുന്നു ഈ ഒരു അത്ഭുതം പാപ്പ അംഗീകരിച്ചത്. പിന്നീട് 2020 ഫെബ്രുവരി 21 പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ കാർലോ അക്യൂറ്റസിനെ വാഴ്ത്തപ്പെട്ടവനായും 2025 സെപ്റ്റംബർ 7 സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് പരിശുദ്ധ ലയോ 14 പാപ്പ കാർലോ അക്യൂറ്റസിനെ വിശുദ്ധനായും നാമകരണം ചെയ്തു. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൊച്ചു കാർലോ അക്യൂറ്റസ് നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സ്വർഗത്തിലെത്താൻ പറ്റും, സ്വർഗത്തിലേക്കുള്ള വഴി സാധ്യമാണ്. എന്നാൽ കാർലോ പറയുക, ഏത് കാര്യത്തിലും ഏത് സാഹചര്യത്തിലും 2 വശമുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ലോകത്തിലാണെങ്കിലും വിനോദങ്ങളുടെ ലോകത്തിലാണെങ്കിലും കമ്പ്യൂട്ടർ ഗെയിംസിൻ്റെ ലോകത്തിലാണെങ്കിൽ കൂടെയും നന്മയും തിന്മയുമുണ്ട്. അതിൽ ഞാൻ നന്മ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ? ഞാൻ ചെയ്യുന്നത് നന്മയാണോ? അല്ലെങ്കിൽ അതിലെ തിന്മയാണോ ഞാൻ തിരഞ്ഞെടുക്കുന്നത്? ആ ഒരു ചെറുതെങ്കിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ആ ഒരു വലിയ സന്ദേശമാണ് വിശുദ്ധ കാർലോ അക്യൂറ്റസ് നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. ഇന്ന് ഈ ദേവാലയത്തിൽ വരുന്നവരെല്ലാം അത്ഭുതത്തോടെ ചോദിക്കുന്നത് ഇത്ര ചെറിയ സമയം കൊണ്ട് ഇതെങ്ങനെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ ചെറിയ ദേവാലയത്തിലേക്ക് എന്തുകൊണ്ടാണ് അങ്ങോളം ഇങ്ങോളമുള്ള കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള ഒരുപാട് വിശ്വാസികൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വിശുദ്ധൻ്റെ സജീവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഒത്തിരി അപേക്ഷകളാണ് വിശുദ്ധൻ്റെ ഈ അപേക്ഷപ്പെട്ടിയിൽ ഇവിടെ വന്ന് വീഴുന്നത്. അങ്ങനെ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ, ഒരുപാട് സങ്കടങ്ങൾക്ക് പരിഹാരം നൽകാൻ, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റിപ്പോയ മക്കളെ തിരികെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ തീർച്ചയായും വിശുദ്ധ കാർലോ അക്യൂറ്റസ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. കാരണം അത്രയേറെ വിശുദ്ധ കുർബാനയെ, ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച വിശുദ്ധനാണ് വിശുദ്ധ കാർലോ അക്യൂറ്റസ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഇവിടെ അപേക്ഷ എഴുതിയിടുമ്പോൾ അവർ വിശുദ്ധനെ അഭിസംബോധന ചെയ്യുന്നത് മോനെ കാർലോ, ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെയാണ്. അങ്ങനെ ഒരു മകനെ പോലെ ഈ വിശുദ്ധനെ കാണുവാൻ ഇവിടെ വരുന്ന മാതാപിതാക്കൾക്ക് സാധിക്കുന്നു. ഒരു കൂട്ടുകാരനെ പോലെ വിശുദ്ധനെ കാണാൻ ഇവിടെ വരുന്ന കൗമാരക്കാർക്ക് സാധിക്കുന്നു. സാധാരണ വിശുദ്ധന്മാരുടെ കയ്യിലുണ്ടാവുന്ന പോലെയല്ല ഈ വിശുദ്ധന്റെ കയ്യിലുള്ളത്. വിശുദ്ധനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിശുദ്ധ ഗ്രന്ഥം, ക്യാമറ, ഫുട്ബോള്, തൊട്ട് സൈഡിൽ ഒരു പട്ടിക്കുട്ടി. തികച്ചും വ്യത്യസ്തമായി തന്നെയാണ് ഈ വിശുദ്ധന്റെ വേഷങ്ങളും തന്നെ. നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ, ഇപ്പോഴത്തെ നമ്മുടെ ഈ കറണ്ട് ട്രെൻഡിൽ ഒരു യുവാവിന്റെ കയ്യിൽ വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഈ വിശുദ്ധന്റെ കയ്യിലുണ്ട്. ഈ ഒരു ചെറിയ ബാലൻ എങ്ങനെ വിശുദ്ധനായി? ഒന്ന് ആലോചിച്ച് നോക്കണോട്ടാ. വെറും സിമ്പിളാണ്. കാരണം എന്താണ്? ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ഇതെല്ലാം തനിക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചു. നമ്മുടെ പുണ്യാളെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല. ആള് വേറെ ലെവലാണ്. ഞാൻ ഇന്നേ വരെ സഭയിൽ ഇങ്ങനത്തെ ഒരു വിശുദ്ധനെ ഞാൻ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിശുദ്ധന്മാരോടൊപ്പം അല്ലെങ്കിൽ ഒരു വിശുദ്ധരൊപ്പം സെൽഫി എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അതൊക്കെ ഒന്ന് നേരെ മാർഗത്തിൽ യൂസ് ചെയ്യാനും, അതായത് പോസിറ്റീവായിട്ട്, നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ലാണ്ട് പോസിറ്റീവായിട്ട് അതൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു അപ്പോസ്തലൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ജീവിക്കാം. അപ്പോൾ കാലം മാറി, സഭയിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ഇനി മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.
അച്ഛൻ്റെ ഡൗട്ട്, നമ്മുടെ ഈ കാറിലൂടെ ഒരു കാലിൽ മാത്രം എന്താ ഷൂസ്? അഖിലെ, നിന്റെ സംശയം വളരെ ശരിയാണ്. നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധന്റെ രൂപം കാണുന്ന എല്ലാവർക്കും ആദ്യം ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എന്താണ് വിശുദ്ധന്റെ ഒരു കാലിൽ മാത്രം ഷൂ എന്നുള്ളത്. നമുക്കറിയാം, 15 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന ബാല്യത്തിന്റെ അല്ലെങ്കിൽ യുവത്വത്തിന്റെ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലൂടെയും കടന്നുപോയ ഒരു വിശുദ്ധനാണ്. വിശുദ്ധൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല. തൻ്റെ യാത്രകള്, വിനോദങ്ങള്, ഫുട്ബോൾ കളി, അതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വിശുദ്ധൻ. ആ വിശുദ്ധന്റെ വിനോദത്തിന്റെ നിമിഷങ്ങളിൽ കാലിൽ നിന്ന് ഊരിപ്പോയ ഒരു ചെരുപ്പ് അങ്ങനെ തിളച്ച് നടക്കുന്ന, ചാടി നടക്കുന്ന ഒരു യുവത്വത്തെ പ്രതിനിധീകരിക്കുവാനാണ് ഒരു ഷൂ ഇല്ലാതെ വിശുദ്ധനെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധന്റെ ആ സിംപ്ലിസിറ്റിയും കൂടി, ഒരു നോർമാലിറ്റി, ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ട്, സാധാരണ ഒരു മനുഷ്യൻ, ഒരു ബാലനായിട്ടും കൂടി ചിത്രീകരിക്കുന്നതിനാണ്. ഒരു കാലിൽ ചെരുപ്പില്ല, പക്ഷെ അതിങ്ങനെ ഓടി നടക്കണേന്, ചാടി ഓടിക്കളിച്ച് നടക്കുന്ന ഒരു വിശുദ്ധൻ. ആ ഒരു ചിത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് നൽകുന്ന ഒരു സന്ദേശം. വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ അഴുകാത്ത പൂജ്യശരീരം നമുക്കറിയാവുന്നതുപോലെ ഇറ്റലിയിലെ അസീസിയിലാണ് ഉള്ളത്. അവിടെ അനേക ലക്ഷങ്ങൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥ അപേക്ഷിക്കുന്നു. ആ വിശുദ്ധൻ്റെ പൂജ്യശരീരത്തിൻ്റെ തിരുശേഷിപ്പ് നമ്മുടെ ദേവാലയ ആശീർവാദത്തിൻ്റെ അതേ ദിവസം നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധൻ്റെ സജീവ സാന്നിധ്യം തേടി അനേകായിരം ആളുകൾ പള്ളിക്കരയിലെ വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ ഈ ദേവാലയത്തിലേക്ക്, ലോകത്തിൽ തന്നെ വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ ആദ്യത്തെ ദേവാലയത്തിലേക്ക് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ കാർലോ അക്വിറ്റസേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. ഈ ലോകമായയിൽ വീഴാതെന്നും പ്രിയരാം നിൻ ദാസരെ കാത്തിടണേ. വിശുദ്ധ കാർലോ അക്വിറ്റസ്, അദ്ദേഹം യുവജനങ്ങളുടെയും കൗമാരക്കാരുടെയും ഇഷ്ടപ്പെട്ട വിശുദ്ധനാണ്. ഇൻ്റർനെറ്റും സാമൂഹ്യ മാധ്യമ രംഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കാമെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത വിശുദ്ധനാണ്. ഒരുപാട് പേർക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. പള്ളിക്കരയിലുള്ള ഈ ദേവാലയവും ഒരുപാട് യുവജനങ്ങൾക്ക്, ഒരുപാട് കൗമാരക്കാർക്ക് ദൈവവിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു അത്താണിയായി മാറട്ടെയെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വന്ന് പല രീതിയിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്ന എല്ലാവർക്കും വിശുദ്ധൻ്റെ മാധ്യസ്ഥമുണ്ടാകട്ടെ, ദൈവാനുഗ്രഹമുണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. We want saints. We want saints of the 21st century. നമുക്ക് 21ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധരെ ആവശ്യമുണ്ട്. ജീൻസ് ധരിക്കുന്ന, ടീഷർട്ട് ധരിക്കുന്ന, ഗിറ്റാർ വായിക്കുന്ന, സിനിമ കാണുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന, 21ാം നൂറ്റാണ്ടിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ പുണ്യാളെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആള് വേറെ ലെവലാണ്.